പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്. സങ്കീർത്തനങ്ങൾ 4:3. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ദൈവം നമുക്ക് ചുറ്റും പരിചയമായി നിൽക്കുന്ന ദൈവമാണ്. പിശാചിൻ്റെ പദ്ധതികൾ തൊടാതെ വണ്ണം, അന്ധകാരത്തിൻ്റെ ശക്തികൾ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയാതെ വണ്ണം ഒരു പരിചയപ്രകാരമായി നിൽക്കുന്നു. അപ്രകാരം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പരിചയമായി നിൽക്കും. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുമ്പോൾ കാണുന്നു, ദൈവം നമ്മുടെ ജീവിതത്തെ മഹത്വം നൽകുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മൾ വെളിപ്പെട്ടു വരുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ, മറ്റുള്ളവർക്ക് സന്തോഷത്തിന് കാരണമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. നമ്മളെ ലജ്ജിപ്പിക്കാൻ തക്കവണ്ണം ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു, അവൻ നമ്മുടെ തലയെ താഴ്ത്തുന്ന ദൈവമല്ല, ഉയർത്തുന്ന ദൈവമാണ്. ഉയർത്തി മാനിച്ച് തൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തും. നിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നീ തകർന്നും വേദനിച്ചും ലജ്ജിച്ച് നിരാശയോടെ ആയിരിക്കുന്നെങ്കിൽ നിൻ്റെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ ജീവനുള്ള ദൈവമാണ്. അവൻ നിന്നെ വിടുവിക്കും. യേശു നിന്നെ വിടുവിക്കും. യേശുവിനോട് ചേർന്ന് വരിക. അവൻ നിൻ്റെ ജീവിതത്തിലെ അത്ഭുതമായി മാറും. നിന്നെ അനുഗ്രഹിച്ച് മാനിക്കും. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരനായി സഹോദരിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹിക്കണം. അങ്ങ് അവരെ മാനിക്കണം. അവർ കഴിഞ്ഞ നാളുകളിൽ എവിടെ ലജ്ജിച്ചുവോ അവിടെ അങ്ങ് മാനിക്കണം. അവരുടെ തലയെ ഉയർത്തണം. അവർ നിരാശപ്പെട്ടു പോകരുത്, വേദനയോടായി പോകരുത്. കർത്താവെ, അവരുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണം, ദൈവിക സ്വസ്ഥത കൊണ്ട് നിറയ്ക്കണം. ഭാരങ്ങളും വേദനകളും നിരാശകളെല്ലാം ഈ നല്ല ദിവസം നീക്കി അവരുടെ ജീവിതത്തിൽ വലിയൊരു സ്വാതന്ത്ര്യം കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രകാരം ചെയ്യുന്നതിനോർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടിരിക്കായി നന്ദി. മാനവ മഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you.